പത്തനംതിട്ട ചിറ്റാറിൽ കടുവ കിണറ്റിൽ വീണു. ജനവാസ മേഖലയായ വില്ലൂന്നിപ്പാറയിലാണ് സംഭവം. നാട്ടുകാർ വനം വകുപ്പിനെ വിവരമറിയിച്ചു. വിവരങ്ങളുമായി സുജു ടി ബാബു പത്തനംതിട്ടയിൽ ചേരുകയാണ്. സുജു, കടുവ ജനവാസ മേഖലയിൽ ഇറങ്ങി ഇപ്പോൾ കിണറ്റിൽ വീണു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ എത്തിയോ സ്ഥലത്ത്? വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ എത്തുന്നേ ഉള്ളൂ. മനു, ഇന്നലെ വൈകിട്ടാണ് ഈ കടുവ കിണറ്റിൽ വീണിരിക്കുന്ന ജനവാസ മേഖലയായ വില്ലൂന്നിപ്പാറയിലാണ് കടുവ കിണറ്റിൽ അകപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ തൊട്ടടുത്ത് അപ്പുറത്തൊരു പന്നി ഫാം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് കടുവയെ കുറച്ചുനാൾ മുമ്പ് കണ്ടിരുന്നത് നാട്ടുകാർ പരാതി പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കടുവ വീണിരിക്കുന്നത് സദാശിവൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിലാണ്. കൊല്ലം പറമ്പിൽ സദാശിവന്റെ വീട്ടിലാണ്. ഇവരും വനംവകുപ്പ് ഉടൻ തന്നെ എത്തി കടുവയെ ഈ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും. എന്തായാലും വനമേഖലയോട് ചേർന്ന പ്രദേശമാണ് ഈ വില്ലൂന്നിപ്പാറ. അതുകൊണ്ട് തന്നെ കടുവ എത്തിയതിൽ അത്തരത്തിൽ ഒരു അത്ഭുതമില്ല എങ്കിൽ പോലും തീർച്ചയായിട്ടും ആശങ്കാജനകമാണ്. കാരണം ജനവാസ മേഖലയിലേക്ക് കടുവ എത്തുക, സമീപകാലത്ത് വന്യജീവി ആക്രമണത്തിൽ മനുഷ്യർ ഉൾപ്പെടെ കൊല്ലപ്പെട്ട വിവരങ്ങൾ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുറത്തു വരുമ്പോൾ കടുവ കിണറ്റിലകപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ ഭീതി വലിയ തോതിൽ തന്നെയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ സമീപകാലത്ത് ഇവിടെ ഈ പന്നി ഫാമിൽ കടുവ എത്തിയതിന് പുറത്തേക്ക് വളർത്തുമൃഗങ്ങളെ കൊലപ്പെടുത്തിയെന്നോ കടിച്ചുകൊണ്ട് പോയെന്നോ അത്തരത്തിലെ വാർത്തകളൊന്നും തന്നെ ഈ ചിറ്റാർ വില്ലൂന്നിപ്പാറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമീപകാലത്താണ് റാന്നിയിൽ നിന്ന് പെരുമാറ്റിൽ നിന്ന് കടുവയെ കൂട്ടിലകപ്പെടുകയും അത് വനംവകുപ്പ് പിന്നീട് സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റുകയുമാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ നടപടി ഉടൻ തന്നെ ആരംഭിക്കും. വനംവകുപ്പിനെയും മാധ്യമങ്ങളൊക്കെ നാട്ടുകാർ തന്നെയാണ് വിവരം അറിയിച്ചത്. അതിനടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നതിനും സുജു ചിറ്റാർ എന്ന് പറയുന്നത് ഈ സീതത്തോട് ആ ഭാഗമൊക്കെയാണോ അതോ? അതെ ചിറ്റാർ സീതത്തോടിന് മുമ്പായ ഒരു പ്രദേശമാണ് ചിറ്റാർ. ഈ വനമേഖലയോട് ചേർന്ന പ്രദേശം തന്നെയാണ് ചിറ്റാർ. നമുക്കറിയാം സീതത്തോട് പിന്നീട് അവിടുന്നാണ് ആങ്ങുമൊഴി ഗതിയിലേക്കുള്ള യാത്ര സാഹചര്യം വരുന്നത്. ഇവരും സീതത്തോടിന് മുമ്പായിട്ടാണ് ചിറ്റാർ വില്ലൂന്നിപ്പാറയിലാണ് ഇപ്പോൾ കടുവ. ശരി, ഓക്കെ, താങ്ക് യു സുജുവാണ് വിവരങ്ങൾ നൽകിയത്. ചിറ്റാറിൽ കിണറ്റിൽ കടുവ വീണിരിക്കുന്നു. വിവരങ്ങളാണ് സുജു നൽകിയത്. ജനവാസ മേഖലയാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. വനംവകുപ്പ് അല്പസമയത്തിനകം തന്നെ അങ്ങോട്ടേക്ക് എത്തും. സുജു അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് യാത്ര പുറപ്പെടുകയാണ്. നമുക്ക് അല്പസമയത്തിനകം തന്നെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു.